നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഫുട്ബോളിൽ തുടങ്ങാം, ലോകകപ്പ് തുടങ്ങി. പതിവ് പോലെ എല്ലാ മഴക്കാലത്തുമാണല്ലോ നമുക്ക് ഫുട്ബോൾ കിട്ടും. എല്ലാ അതുകൊണ്ട് നല്ല കണ്ടിരുന്ന് കാണാം. ലോകകപ്പ് വരുന്ന സമയത്ത് ഇത്തവണ എനിക്കൊന്ന് കുറച്ച് കളിയൊക്കെ ഉറക്ക കളിക്കാതെയും കാണാം. അതായത് ഈ അമേരിക്കൻ സമയമോ അമേരിക്കയും മെക്സിക്കോയും നോർത്ത് അമേരിക്കൻ ടൈമാണ്. അതെ അതെ, 3 രാജ്യങ്ങളിലാണല്ലോ, അമേരിക്ക, മെക്സിക്കോ, കാനഡ. ഈ നോർത്ത് അമേരിക്കൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുമായിട്ടൊരു 12-13 മണിക്കൂർ വ്യത്യാസമുണ്ട്. അപ്പം വ്യത്യാസമാണ്, 3 രാജ്യത്തും വ്യത്യസ്ത ടൈം സോണാണ്. അമേരിക്കയിൽ തന്നെ ഞാൻ അമേരിക്കയിൽ പോയിട്ട് വരുമ്പം ഒരു രാജ്യത്തുനിന്ന് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിൽ 3 മണിക്കൂർ ടൈം സോൺ വ്യത്യാസമുണ്ട്. അത് ഓരോ പിന്നെ എന്താ പറയുക, നമ്മുടെ രേഖാംശ രേഖ അതാണ് 3 മണിക്കൂർ വ്യത്യാസമുണ്ട് ടൈം സോൺ വരുമ്പം. അപ്പം ഇവിടെ പൊതുവെ കളികൾ വരാൻ പോകുന്നത് രാത്രി 12:30-ക്കും രാവിലെ 6:30-ക്കും ആയിരിക്കും. 6:30-ക്കോ 7:30-ക്കോ ആവാം നമ്മുടെ ടൈം. അതെ, നമ്മുടെ സമയം. അത് അവരുടെ വൈകുന്നേരമാണ്. അവരുടെ ചിലപ്പോൾ ഉച്ചയ്ക്ക് 12:30 ഉച്ചയ്ക്ക് 12:30 പിന്നെ വൈകിട്ട് 6:30 നമുക്ക് ഇവിടെ നേരെ നമുക്ക് തിരിച്ചു വന്നിരിക്കും. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ വൈകി കിടക്കുന്ന ന്യൂജനിന് രാത്രി കണ്ടിട്ട് കിടന്നാൽ മതി. അത് മതി. അല്ലെങ്കിൽ ഉറങ്ങാറില്ലല്ലോ. ഇല്ല, അവരെ സംബന്ധിച്ചാൽ കണ്ട നമ്മളെ പോലുള്ളവർക്ക് രാവിലെ എണീറ്റ് വേണമെങ്കിൽ കാണാം. എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഭയങ്കര ഏറ്റവും തിരക്കുള്ള സമയം. എൻ്റെ ഏറ്റവും ബിസി ടൈം എൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈ ടൈമാണ്. അതെ, എല്ലാവർക്കും അതെ. ആ ഒരു സമയം എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോ ഇതിലായിരിക്കും നിൽക്കുന്നത്. പിന്നെ അല്ല, മിക്കവരും ഉറക്കമായിരിക്കുമല്ലേ, 8 മണി വരെ കിടന്നുറങ്ങുന്നവരല്ലേ. മിക്കവരും 8 വരെ കിടന്നുറങ്ങുന്നവരല്ലേ. എനിക്ക് നല്ല കളികൾ രാവിലെ 6:30-ക്കുണ്ട്. നല്ല ടീം. ഇത്തവണ അറിയില്ല എങ്ങനെ ആവുന്നത്. കാരണം എന്നെ സംബന്ധിച്ചുള്ള രാവിലെ ടൈം എനിക്ക് പറ്റൂല. എന്നെ സംബന്ധിച്ചുള്ള നേരത്തെ ടൈം നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കാണുന്നത്. ഫുട്ബോളിൻ്റെ ഞാനൊന്നും ഫുട്ബോളിൻ്റെ ഒരു എക്സ്പേർട്ടൊന്നും അല്ല. നമുക്ക് ഫുട്ബോളിൻ്റെ കളി നിയമങ്ങളും അറിയത്തില്ല. പക്ഷേ പ്രത്യേകിച്ച് ഒരു നിയമവും അറിയാതെ തന്നെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന, അതെ, അതിൻ്റെ ഒരു സ്പീഡും പവറും വാശിയും വീറും എല്ലാം കൂടെ കണ്ട്. അത് മാത്രമല്ല, ലോകത്തിൻ്റെ ഓരോ ഭൂഖണ്ഡങ്ങൾക്കും ഓരോ കളി ശൈലിയാവും. അതെ, ഇപ്പോൾ നമുക്കറിയാം സൗത്ത് കൊറിയ, അതുപോലെ ജപ്പാൻ ഉയരം കുറഞ്ഞ ആൾക്കാരാണ്. ഈ ഉയരം കുറഞ്ഞ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി എതിർ ടീം അവർ തലയ്ക്ക് മേളിൽ കൂടെ ബോൾ കളിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഹൈ ബോൾ കളിച്ച് പോകുന്ന ഒരു പരിപാടി. ഇപ്പോൾ ഇവർക്ക് ഗ്രൗണ്ട് ബോളാണ് കൂടുതലും പറ്റുന്നത്. കാരണം ഇവർക്കൊന്നും ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയൊക്കെ അടുത്ത് ചെന്ന ഒരു കൊറിയൻ കളിക്കാരനൊക്കെ എത്രത്തോളം ഉണ്ട്, ഒന്നുമില്ല. അപ്പോൾ പക്ഷെ അവരവിടെ കിടന്ന് നന്നായിട്ട് കളിക്കുന്നു. ഏഷ്യൻ ടീമുകളിൽ എപ്പോഴും ഒരു പക്ഷേ ഇന്നിപ്പോൾ രണ്ടാമത്തെ കളിയിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ തോൽപ്പിച്ചു സൗത്ത് കൊറിയ. നമുക്ക് നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ സൗത്ത് കൊറിയയുടെ ആളാണ്, നമ്മൾ ഏഷ്യക്കാരാണ്. ഇന്ത്യ ഏതായാലും ഇല്ല, പിന്നെ ഇന്ത്യ ഉൾക്കൊള്ളുന്ന ഖത്തറിന് ഒരുപാട് മുമ്പോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. ഖത്തർ നമുക്ക് ശരിക്കും കൂടുതൽ താതാത്മ്യമുള്ള ഖത്തറാണ്. ഖത്തറിൽ ഒരു മലയാളിയുണ്ട്. അത് മാത്രമല്ല, മലയാളിയുണ്ട് മാത്രമല്ല നമ്മളോട് കുറച്ച് അടുപ്പമുള്ള രാജ്യം ഖത്തറാണ്. സൗത്ത് കൊറിയ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കങ്ങനെ ഞാൻ പോയിട്ടുണ്ട് സൗത്ത് കൊറിയയിൽ. സൗത്ത് കൊറിയ നല്ല ടീമാണ്. അവർ ഏതോ ഒരു വേൾഡ് കപ്പിൽ സെമി വരെ വന്ന ടീമാണ്. 98 അവിടെയായിരുന്നു ബുസാൻ ഏഷ്യൻ ഗെയിംസ്. അന്ന് റിപ്പോർട്ടിങ്ങിന് പോയി. എനിക്ക് ദീപികയ്ക്ക് പഠിച്ച റിപ്പോർട്ട്. അങ്ങനെ അതാണ് എനിക്ക് സൗത്ത് കൊറിയ ആയിട്ടൊരു. പക്ഷേ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല മനുഷ്യരാണ്. ഒരുപാട് ഡെവലപ്ഡ് ആണല്ലോ ഈ സാംസങ് അടക്കം. ജപ്പാനേക്കാളല്ല, ജപ്പാനൊപ്പം തന്നെ അവരൊരു ആ സമയത്ത് ഏഷ്യൻ കടുവ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ജപ്പാനൊക്കെ പരമ്പരാഗത പവർഫുൾ രാജ്യങ്ങളാണ്, വികസിത രാജ്യങ്ങൾ. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം പെട്ടെന്ന് വളർന്നു വന്ന രാജ്യമാണ് സൗത്ത് കൊറിയ. അപ്പം ഞാൻ സൗത്ത് കൊറിയ ബുസാൻ ഏഷ്യൻ ഗെയിംസ് പോയി സന്ദർശിച്ചതിന് ശേഷം ഞാൻ സൗത്ത് കൊറിയ മുഴുവൻ ചുറ്റിക്കറങ്ങിയായിരുന്നു. അപ്പം നമ്മളോട് അവിടുത്തെ പോലീസുകാരൊക്കെ നമ്മളോട് വിശേഷം ചോദിക്കും, എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ ഞങ്ങളുടെ രാജ്യം എന്നൊക്കെ ചോദിക്കും. ഭയങ്കര ലിബറൽ ആയിട്ടുള്ള. 98 നോക്കണം. ബുസാൻ 98 ഞാൻ പോയത്. ട്രെയിൻ ടു ബുസാൻ എന്ന് പറഞ്ഞൊരു പടമുണ്ട്, അത് കണ്ടു. അതാണ് എൻ്റെ സൗത്ത് കൊറിയ അനുഭവം എന്ന് പറഞ്ഞത്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് തായ്ലൻഡിൽ പോകുന്നത്. കാരണം സൗത്ത് കൊറിയ എന്ന് വന്നപ്പോൾ ബാങ്കോക്കിൽ എനിക്ക് ഒരു ദിവസം ഇതുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് രാവിലെ ഒന്ന് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് നമ്മുടെ വിസ ഉണ്ടല്ലോ, എയർപോർട്ടിൽ കിട്ടുന്ന വിസയുണ്ട്, വിസ ഓൺ അറൈവൽ, വേറെന്തോ പേരാണല്ലോ. ആ വിസ എടുത്തിട്ട് 3 ദിവസത്തേക്ക് കിട്ടും. ഞാൻ അന്ന് രാവിലെ പോയി അവിടെ എയർപോർട്ടിൽ തന്നെ, ഈ തായ്ലൻഡ് പ്രത്യേകത, ബാങ്കോക്കിൽ പ്രത്യേകത, എയർപോർട്ടിൽ തന്നെ നമുക്ക് ഈ പറയുന്ന ടൂറിസ്റ്റുകളെ സ്വീകരിക്കുന്ന സംവിധാനമുണ്ട്. ചെറിയ റേറ്റേ ഉള്ളൂ. ടാക്സി, ഗൈഡ് എല്ലാം ഒരുമിച്ച് തരും. അപ്പോൾ അവിടെ നിന്ന് ഞാൻ എടുത്തപ്പോൾ തന്നെ ഒരു പെൺകുട്ടിയാണ് ഗൈഡായിട്ട് വന്നിരുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു, ശരിക്കും കാണാൻ വന്നാണോ അതോ ഹോട്ടലിൽ പോകണമെന്ന് ചോദിച്ചു. അവരുടെ മെയിൻ പണി അതാണ്. അപ്പോൾ പലരും വരുന്നത് ഹോട്ടലിൽ പോലാണ്. അതെ, അവര് പിന്നെ തീരുമാനം മസാജിനും ഒക്കെ. അപ്പൊ അങ്ങനെ എന്തായാലും ഈ ഫുട്ബോൾ ആവേശമാണ്, ലോകത്തിന് മുഴുവൻ ആവേശം നൽകുന്ന ഒരു, അതായത് എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തും. അപ്പൊ ഞാൻ ഈ കാമറൂൺ എന്നൊക്കെ രാജ്യം, നമ്മൾ ആദ്യം കേൾക്കുന്നത് ഞാനത് കാണിക്കാം, സെനഗൽ ഇതിനകത്താണ് കാണുന്നത്. പിന്നെ അതുപോലെ ആന്റിയൻ എസ്കോബാർ, കൊളംബിയയുടെ, അയാളെ വെടിവെച്ച് കൊല്ലുന്ന. കാമറൂണും സെനഗലും
അത്തരം രാജ്യങ്ങളൊക്കെ മനുഷ്യർ കേൾക്കുന്ന ഫുട്ബോളുള്ളൂ. കാമറൂൺ അന്ന് ആരെയും അട്ടിമറിക്കുമ്പോഴാണ് നമ്മൾ അവരെ അറിയുന്നത്. അന്നത്തെ ഏതോ ഒരു പ്രമുഖ ടീമിൽ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയാണ്, ഞാനൊക്കെ സ്ഥിരമായിട്ട് ഇത് കണ്ടോണ്ടിരുന്ന ആൾക്കാർ. പക്ഷെ പിന്നീട് എപ്പോഴും നമ്മൾ ഈ ഫുട്ബോളിനുള്ള കമ്പം ഉപേക്ഷിച്ചു. ചെറുപ്പത്തിൽ നമ്മൾ ഇതുപോലെ രാത്രി കുത്തി, ഞങ്ങൾക്ക് ക്ലബ്ബുണ്ട്, ക്ലബ്ബിൽ TV ഉണ്ട്, നമ്മൾ രാത്രി അവിടെ പോയി കുത്തിയിരുന്ന് ഇത് കാണും. ഈ അമേരിക്ക പണ്ട് ലോകകപ്പ് ഞങ്ങൾക്ക് സിയൂളിൽ നടന്നപ്പോഴേ ഞാനൊക്കെ ഇപ്പോൾ ഞങ്ങളുടെ നമ്മുടെ ഈ കരിനാട്ടെന്ന് വീടുണ്ട്. ആ പടം 2-3 വീട്ടിൽ മാത്രമേ TV ഉണ്ടായിരുന്നു. ഒരു വീട് കരിനാട്ടായിരുന്നു. സിയൂൾ നടക്കും. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, കരിനാട്ട് വീട്ടിൽ അവര് വലിയതായിട്ട് എല്ലാവരും ഞങ്ങൾ കരിനാട്ടെ കമ്മഞ്ചാട്ടന്റെ വീട്ടിലിരുന്നാണ് ഞങ്ങളെല്ലാം കപ്പ ഒഴുകി കട്ടക്കാപ്പി ഒക്കെ അടിച്ചത് വളരെ ആഘോഷമായിട്ട്. അതൊരു രസമായിരുന്നു അന്നത്തെ കാലത്ത്. ഇപ്പൊ ഇതിന് ഇവര് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ വിൻസർ ബാറില് കവടിയാർ ബാറിന്റെ അകത്ത് വലിയ സ്ക്രീനിൽ ഇരുന്ന് കാണാൻ പറ്റും രാത്രി. ആളുകൾ അവർ IPL കാണിച്ചിട്ടുണ്ട്. വലിയ ബുക്കിംഗ് എനിക്കൊന്ന് മിക്ക ബാറിലും ഉണ്ടെന്ന് തോന്നി. അതുകൊണ്ട് അതിപ്പോ മിക്ക ഇടത്തും ഇതൊരു ഹരമാക്കി വെച്ചിട്ടുണ്ട്. 2 അടിക്കുക മുകരുക. അത് ഇപ്പം ഈ IPL ഇവർക്ക് ഫാൻ ബേസ് ഉള്ളവർക്ക് എല്ലാം കൂടി IPLന്റെ ഇത് ഓരോ സ്ഥലങ്ങളിലും ഫാൻ പാർക്ക് എന്ന് പറഞ്ഞ് ഉണ്ടായിരുന്നു. അങ്ങനെയുണ്ട്. എന്താണെങ്കിലും വേൾഡ് കപ്പ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒരു ലഹരിയാണ്. ഞാൻ എന്തായാലും ആദ്യത്തെ 10 ദിവസം കാണണ്ടെന്ന് വെച്ചു. അതിനാ ഞാൻ ഈ 10 ദിവസം പ്രത്യേക ഡയറ്റിലാണ്. അപ്പൊ ഫ്രൂട്ട്സും വെജിറ്റബിളും മാത്രം ഈ 10 ദിവസം 3 നേരവും അതേ കഴിക്കുന്നുള്ളൂ. അതൊരു പരീക്ഷണ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ശ്രമിച്ചു നോക്കാം. എന്നിട്ട് വേണം വിൻസറിൽ പോയിരുന്നോണ്ട് ഒരു കളി കാണാനായിട്ട്. പരാജയപ്പെട്ട് കഴിയുവാണെങ്കിൽ പറയണം എന്താണ് ഈ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് അന്നേരം നോക്കാം. നമുക്ക് 10 ദിവസം എന്തായാലും അതിമനോഹരമാണ്. ഞാൻ അതിന്റെ ഏതാണ്ട് 7200 അടി ഉയരത്തിലാണ് അത്രേ ഈ മെക്സിക്കോ സിറ്റിയിലെ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ 7000. നമ്മുടെ വെച്ചാൽ മൂന്നാറിന് അത്ര ഇല്ല. ഹൈ ആൾട്ടിറ്റ്യൂഡ് നല്ല രസമായിരിക്കും. നല്ല രസമായിരിക്കും സ്റ്റേഡിയം. മാത്രമല്ല അവിടെ ഭയങ്കര കലാപം ബഹളമൊക്കെ അതിന്റെ ചുറ്റിനും നടക്കുന്നുണ്ട്. 87,000 പേരായിരുന്നു ഷക്കീറയുടെ ഈ പാട്ട് കേൾക്കാൻ വേണ്ടി എത്തി ഇന്നലത്തെ ഉദ്ഘാടനത്തിന്. ഇന്നലെ അടിയും പിടിയൊക്കെ നടന്നു എന്ന് പറയുന്നത്. അത് പറയിൽ അടിയുണ്ടായിരുന്നു. ഈ ഷക്കീറെ നമ്മൾ ആദ്യം അറിയുന്നത് 2010. അന്ന് ഒരു പാട്ടുണ്ടായിരുന്നല്ലോ പ്രധാനപ്പെട്ട വക്ക വക്ക. ഇപ്പൊ അതുപോലെ ഡായി ഡായി എന്നാണ്. അപ്പൊ ഈ വക്ക വക്ക ഞാൻ ഈ 2010 ഇത് ഓർക്കാൻ കാരണമുണ്ട്. എന്റെ 3ാമത്തെ കൊച്ചുണ്ടായത് 2010. അന്ന് പേരിടുന്നതിനെ കുറിച്ച് ഞാനും ഭാര്യയും തമ്മിലൊരു തർക്കം. ആദ്യത്തെ കൊച്ചിന്റെ പേര് ഭാര്യ വേണമെന്ന് പറഞ്ഞു. അപ്പം ഒരു സ്വീഡിഷ് ഹൈ ജമ്പറുടെ പേര് സ്റ്റെഫൻ ഹോം, HOLM ഹോം. അപ്പൊ വൈഫിന് ഞാൻ കൊടുത്തു, ഇട്ടോളാൻ പറഞ്ഞു സ്റ്റെഫൻ ഹോം. അപ്പൊ 2ാമത്തെ എനിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഗംഗോത്രി ഇട്ടു. എന്റെ ആ ഗംഗോത്രി ഓർമ്മ ഉള്ളൂ. ഞാൻ ഗംഗോത്രി ഇട്ടു. യാതൊരു ബന്ധമില്ല. അപ്പം 3ാമത്തെ കൊച്ച് ഞങ്ങളുടെ പ്ലാനിൽ അപ്പം ഇല്ലാത്തപ്പോഴാണ് 3ാമത്തെ കൊച്ചുണ്ടാവുന്നത്. അപ്പം 2 പേരും പ്ലാനില്ല. അപ്പം ഞാൻ പറഞ്ഞു പെൺകൊച്ചാണെങ്കിൽ ഞാൻ യവനോത്രി എന്ന് പേരിടും. അപ്പം എൻ്റെ അവകാശമായിട്ട് മാറി. പക്ഷേ 2 പേർക്കും അവകാശം ഉണ്ടല്ലോ. അങ്ങനെ പേരിടുന്ന കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടായില്ല. ഇതുകൊണ്ട് അപ്പൊ ആ സമയത്താണ് ഈ ഫുട്ബോൾ നടക്കുന്നത്. അന്ന് ഈ ഫുട്ബോളിന് അവിടെ ജബുലാനി എന്നായിരുന്നു. പന്തിന്റെ പേര്. ഞങ്ങളൊക്കെ ഇവനെ ജബുലാനി എന്ന് വിളിച്ചോളൂ. അപ്പൊ ഇവന് ജബുലാനി ഇടാനായിരുന്നു പ്ലാൻ. പിന്നെ പക്ഷെ നമ്മൾ മാറ്റി കുറച്ച് കഴിയുമ്പോ അവൻ നമ്മളെ തെറി വിളിച്ചത് ഈ പേര് വിട്ടോണ്ട് ആരെനിക്ക് ജബുലാനി ഇടാനായിരുന്നു പദ്ധതി ഇട്ടിരുന്നത്. അതെന്തായാലും ചീറ്റിപ്പോയി. ഇപ്പൊ പേര് മാറ്റി. എന്തോ ഇപ്പൊ പേരിട്ടേക്കുന്നത് ഋത്വിക്. അതും അങ്ങനെയാ. ഞങ്ങളത് ധാരണ എത്തിയില്ല. പക്ഷേ ഇവന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് മേടിക്കുന്ന സാധനം ഉണ്ടപ്പോൾ ഞാൻ തന്നെ ഇതെല്ലാം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഗംഗോത്രി എന്ന് പറഞ്ഞാൽ ഗംഗ ഉദ്ഭവിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് ദക്ഷിൺ ഗംഗോത്രി. യമുനോത്രിയിൽ നിന്നാണ് യമുന ഉത്ഭവിക്കുന്നത്. ഈ അതുപോലെ ചെമായുഗ്ഡങ് ഹിമവാഹിനി എന്നാണ് ഈ ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത്. ചരിത്രം പഠിച്ചതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഋത്തിക് എന്ന് പറഞ്ഞാൽ ഋത്തിക് കട്ട് എന്നൊക്കെ പറയുന്ന അതും ഈ ഗംഗയുടെ ഒരു കടവുമായിട്ട് ബന്ധം. നമ്മുടെ ആ ഒരു താല്പര്യം കൊണ്ട് ഇട്ടത്. അതെ, നല്ല പേരുകളാണ്. ഈ വെറൈറ്റി ആണ് ഈ പേരുകൾ. ഞാനിതുപോലെ എൻ്റെ മകന് രുദ്രപ്രയാഗ് എന്ന് പേരിടണമെന്ന് വിചാരിച്ചു. അവിടെ വീട്ടിൽ വൈഫെല്ലാം കൂടെ പേര് അവസാനം അവന് വിഷ്ണുദത്തൻ എന്ന് പേര് മാറ്റി. പക്ഷേ ഞാൻ മകൾക്ക് പേരിട്ടു സംഘമിത്ര. അത് കൃത്യമായിട്ട് അത് അങ്ങനെ എടുത്തിട്ടു എനിക്ക്. പക്ഷെ ആ പേര് ഇപ്പോഴും ഞാൻ ഏതോ കുട്ടികൾക്കൊക്കെ രുദ്രപ്രയാഗ് എന്നുള്ള പേരുണ്ടോ ഞാൻ എപ്പോഴും പറയും, കണ്ടോ ചീത്ത അല്ലെ ഉഗ്രം പേരല്ല. അപ്പൊ എന്തായാലും അതാണ് നമ്മുടെ ഒരു തുടക്ക വിഷയം. നമ്മുടെ അടുത്ത വിഷയത്തിലേക്ക് പോയി ഞാൻ വളരെ ഇപ്പം ഇങ്ങോട്ട് വരാൻ നേരത്ത് ഞാൻ ഒരു ചെറിയ വാർത്ത കണ്ടു. ഞെട്ടിപ്പോകുന്നൊരു വാർത്ത. കാസർഗോഡ് ഒരു പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു. ഒരു 16 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചു. 25 വയസ്സുള്ള പെൺകുട്ടി. അപ്പൊ ഇത് സ്ഥിരം പാർട്ടിയാ. ഇവക്ക് ഞാൻ ആദ്യം കേട്ടപ്പോ ഞാൻ ഈ കടക്കാവൂരിൽ ഇത്തരം വാർത്ത വന്നിരുന്നു. ഞാൻ അങ്ങനെ ആയിരിക്കും. പക്ഷെ അല്ല, ആ പെൺകൊച്ച് ഇരട്ട ഒരു ആണിനെയും പെണ്ണിനെയും പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ്. യൂണിസെക്സ് ആണ്. ഭയങ്കര എന്ത് ചെയ്യാന്ന് പറയാം. ഓരോ അത് ഈ ആളിന്റെ പടവും വന്നിട്ടുണ്ട് ഈ പ്രതിയുടെ. പക്ഷേ എന്തൊക്കെയോ ഒരു മുഖത്തൊക്കെ നോക്കുമ്പോൾ എന്തൊക്കെയോ ഒരു പ്രത്യേകത പോലെ തോന്നുന്നുണ്ട്. എന്തൊക്കെയോ ഒരു കുഴപ്പമുള്ളത് പോലെ തോന്നുന്നുണ്ട്.
എന്തായാലും നമ്മുടെ നാട് പോകുന്ന പോക്കെ ഒരു പെൺകുട്ടി യുവതി ആൺകുട്ടിയും പെൺകുട്ടിയും ഒക്കെ പീഡിപ്പിച്ച് പ്രതിയാവുക എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു ഒരു തലതിരിഞ്ഞ ലോകം എന്ന് വേണമെങ്കിൽ പറയാം. എന്തൊക്കെ ഇത് തന്നെയാണ് വാർത്ത. പണ്ട് നമ്മൾ പറഞ്ഞല്ലോ, പട്ടി മനുഷ്യനെ കടിച്ച വാർത്തയില്ല, മനുഷ്യൻ പട്ടിയെ കടിച്ച വാർത്ത. ഇതാണ് ഇപ്പോഴത്തെ വാർത്ത. പറ്റാതൊരു വാർത്തയല്ല. എന്തൊക്കെ ഈ നാട്ടിൽ നടക്കും എന്നതിന് അല്ലെ ഒരു തെളിവാണ്. എന്തൊക്കെ ഈ നാട്ടിൽ നടക്കുന്നതിന് തെളിവാണ്. പിന്നെ എന്നതാണ് നമ്മുടെ വീണ വിജയൻ വീണ്ടും വീണ തൈക്കണ്ടിയെ അവർ ഓടിച്ചിട്ട് പിടിക്കുന്ന ലക്ഷണമുണ്ട്. പിടിക്കുമെന്ന് പറഞ്ഞാൽ നല്ലപോലെ പിടിക്കും. കാരണം ഇത് ഒളിച്ചോട്ടമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ സ്വാഭാവിക ഒരു ഫാഷനാണ് ഈ പറയുന്ന ED ഒരു നോട്ടീസ് അയച്ചാൽ ആദ്യത്തെ തവണ പോകാതിരിക്കുന്നത്. ED നോട്ടീസ് അയച്ചാൽ ആരും പോകാറില്ല. ഈ പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ബ്രീത്തിങ് സ്പേസ് ആണ്. ആ സമയം എങ്ങനെ ഇതിനകത്തുനിന്ന് ഊരാമെന്നൊക്കെ ആയിരിക്കും ഇവർ ചിന്തിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഇത് വിടാതെ പിടിച്ചിരിക്കുകയാണ്. ആ രീതിയിലാണ് നോക്കൂ. ഇന്ന് ചെല്ലേണ്ടതായിരുന്നു, ഇന്ന് ചെല്ലത്തില്ലാന്ന് പറഞ്ഞപ്പോൾ ഇന്ന് തന്നെ അടുത്ത നോട്ടീസ് കൊടുത്തു. സാധാരണഗതിക്ക് ഞാൻ പറഞ്ഞ ഇപ്പൊ സാധാരണ ED ഒരു നോട്ടീസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സമയമെടുക്കും. ഒരു മാസം കഴിഞ്ഞ് അടുത്ത നോട്ടീസ് വരത്തുള്ളൂ, ഒരു മാസം കഴിഞ്ഞ് അടുത്ത ഡേറ്റ് കൊടുക്കത്തുള്ളൂ. പക്ഷേ അടുത്ത ബുധനാഴ്ച തന്നെ വരണം. അത് വെള്ളിയാഴ്ചത്തിൽ നിന്ന് മറ്റു ബുധനാഴ്ച വരണം എന്ന് പറയുമ്പോൾ ED അതീവ ഗൗരവത്തോടു കൂടി തന്നെ വിഷയം കൈകാര്യം ചെയ്തതാണ്. EDയുടെ ഡയറക്ടറൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതിനകത്തുനിന്ന് അവർ കള്ളപ്പണ ഇടപാടിൽ നിന്ന് ഇത് ആ കോഴയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കള്ളപ്പണ ഇടപാടെന്ന് പറയുന്ന ഒരു പക്ഷെ നിലനിൽക്കത്തില്ല. അല്ല, കള്ളപ്പണ ഇടപാട് നിൽക്കും. കള്ളപ്പണ ഇടപാട് നിൽക്കാതിരിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കള്ളപ്പണ ഇടപാട് തെളിയിക്കണ്ടേ? അല്ല, അതാ പറഞ്ഞു, ഇവർക്ക് കള്ളപ്പണമാണ് എന്ന് തെളിയിക്കാൻ പ്രയാസം. ഇവർ അക്കൗണ്ട് ചെയ്ത പൈസ അക്കൗണ്ടഡ് ആണ്. മാത്രമല്ല GST. പക്ഷേ ഇതിനകത്ത് ഈ പറഞ്ഞ ഒരു സാധ്യതയാണ് കിടക്കുന്നത്. ഇവര് മിക്കവാറും ഇത് അന്വേഷണ ശേഷം ഇതിനകത്ത് കോഴ വന്നിട്ടുണ്ട്, ഇത് CBI അന്വേഷിക്കണം എന്ന് പറഞ്ഞ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയാണ് കളി മാറും. അല്ല, SFIയുടെ അന്വേഷണം ഉണ്ട് ഒരു വശത്ത്. അപ്പം CBI അന്വേഷണം ഇല്ലെങ്കിലും കുഴപ്പമില്ല. SFIയുടെ അന്വേഷണം, ഈ SFIയുടെ അന്വേഷണം തടഞ്ഞു വെച്ചിരിക്കുന്നത് കൊണ്ടാണല്ലോ അറസ്റ്റിലേക്ക് ഉറപ്പായിട്ട് പോകും ആവേണ്ടതാണ്. അതേസമയം ഈ EDയുടെ കേസിലെ കള്ളപ്പണം തെളിയണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഈ 139 ഇതിന്റെ ചുവട് പിടിച്ച് ഈ 139 കോടി രൂപ മൊത്തം കൊടുത്തിട്ടുണ്ടല്ലോ ഈ കമ്മീഷനായിട്ട്. ഇതിന്റെ സോഴ്സ്, അതായത് ഇത് അക്കൗണ്ടിൽ നിന്ന് എടുത്ത് കൊടുത്താണെങ്കിൽ വീണ്ടും വേണമെങ്കിൽ അതിനെ നമുക്ക് കള്ളപ്പണം ആവത്തില്ല. ഈ അക്കൗണ്ടിൽ കൊടുത്ത നമ്മൾ ആ മാസപ്പടി കണ്ടില്ലേ? അല്ല, മാസപ്പടി കാര്യം പറഞ്ഞേ, അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടാണ് കൊടുത്തതെങ്കിൽ ആണെങ്കിൽ നമുക്കറിയില്ല, അതൊരു പറച്ചിലാണ്. ആണെങ്കിൽ അതിന് കള്ളപ്പണം എന്ന തരത്തിലേക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം അക്കൗണ്ടിൽ കിടക്കുന്ന കാശ് എടുത്തു കൊടുത്തു. അക്കൗണ്ട് ട്രാൻസ്ഫർ ആണ് സംഭവം. അക്കൗണ്ട് ട്രാൻസ്ഫർ അങ്ങനെയല്ല വിഷയം. അതായത് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. അക്കൗണ്ടിൽ നിന്ന് ഇപ്പം CMRL കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് ഇപ്പം പിണറായി വിജയന് 50 ലക്ഷം രൂപ കൊടുക്കുന്നു. അവർ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ട് 50 ലക്ഷം രൂപ കൊടുക്കുന്നു. എന്നിട്ട് 50 ലക്ഷം എഴുതി വെക്കും. കണക്ക് ബുക്കിലില്ല, പക്ഷെ മാസപ്പടി ബുക്കിൽ. അപ്പൊ ഈ മാസപ്പടി ബുക്ക് എടുത്ത് നോക്കി അത് ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് പൈസയാണ്. അപ്പം ഈ 50 ലക്ഷം രൂപ ഉപയോഗിച്ചയാൾ കള്ളപ്പണ കേസിലേക്ക് പ്രതിയായി. കാരണം എന്താ വെച്ചാൽ അയാളുടെ അക്കൗണ്ടിൽ ഇതില്ല, ഇവരുടെ അക്കൗണ്ടിൽ പിന്നെ ഉണ്ട്. അതെങ്ങോട്ട് പോയി എന്നുള്ളതാവും. ആ പണം, ഈ രണ്ട് പ്രശ്നം അതിൻ്റെ അകത്തുള്ളൂ. ഒന്ന്, ഈ 50 ലക്ഷം രൂപ വിഡ്രോ ചെയ്തിരിക്കുന്നു, പിണറായി വിജയൻ കൊടുത്ത് എഴുതി വെച്ചു. അങ്ങനെ പലരും അത് പിണറായി വിജയൻ എന്ത് ചെയ്യുന്നുള്ളതാണ്. അവിടുന്ന് അദ്ദേഹം ഒരു രസീത് എഴുതി കൊടുത്തു. കരിമണൽ കറുത്ത 50 ലക്ഷം പാർട്ടി ഫണ്ടിലേക്ക്. തീർന്നു, കുഴപ്പമില്ല. പക്ഷെ അപ്പോഴും പാർട്ടി ഫണ്ട് വരെ വെച്ചിട്ട് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കണം. പ്രഖ്യാപിച്ചിട്ടില്ല. ഇവരെന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരൊന്നും വീട്ടിലെ ആവശ്യങ്ങൾ കൊണ്ടുപോകുന്ന ഇവർ പാർട്ടി ഇലക്ഷൻ പറ്റുമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു വശം. ഇനി രണ്ടാമതൊരു വശം, ഈ പണം ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടില്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ വീണ്ടും കുഴപ്പമാണ്. ഈ കണക്കിൽ പണം വന്നിട്ടുണ്ട്, പക്ഷേ ഇതിന്റെ സോഴ്സ് ഇത് നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഇവർക്ക് ഇതിനെ കണ്ടുപിടിക്കുന്നത്. അതായത് ഈ 50 ലക്ഷം രൂപ ഒരു ദിവസം കിട്ടിയെന്ന് പറയുന്നു. ഈ ദിവസങ്ങളിൽ ഇവരിത് എന്ത് ചെലവാക്കിയെന്ന് അവർ പരിശോധിക്കും. ഇവർ വിദേശത്ത് പോയോ, അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും സ്ഥലം മേടിച്ചോ? ഒരു പക്ഷേങ്കിൽ ഈ 50 ലക്ഷം രൂപ കൈപ്പറ്റിയതിന്റെ പിറ്റേ ദിവസമായിരിക്കും ഇവർ സ്ഥലത്തിന് അല്ലെങ്കിൽ പ്രോപ്പർട്ടിക്ക് അഡ്വാൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് കണക്ട് ചെയ്തിട്ട് ഇത് ഉപയോഗിച്ചത് എങ്ങനെയാണെന്ന് കണ്ടെത്താൻ EDക്ക് വളരെ എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് നമ്മുടെ ഷോനോട് സംസാരിക്കുമ്പം എനിക്ക് തോന്നിയൊരു കാര്യം, വീണയെ അവരൊരു കൊളുത്താക്കിയിട്ടിട്ട് പിണറായിലേക്ക് തന്നെ പോയേക്കുന്നതാണ്. അത് പോകും. കാരണം എന്താണെന്നറിയോ? SFIOയിൽ ആ രണ്ടുപേരുടെ മൊഴിയുണ്ട്. ഇയാളുടെ ചീഫ് അക്കൗണ്ടന്റിന്റെയും ചീഫ് ജനറൽ മാനേജറുടെയും മൊഴിയുണ്ട്. പിണറായി വിജയനുള്ള പണമാണ് ഞങ്ങൾ വീണയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അത് പിന്നെ രണ്ടാമതൊരു മൊഴി മാറ്റാൻ വേണ്ടി അപേക്ഷ കൊടുത്തു. ഞങ്ങളെ നിർബന്ധിച്ച് പറയിപ്പിച്ചതാണ് മാറ്റാൻ വേണ്ടി അപേക്ഷ. അത് നടന്നിട്ടില്ല. ആ കേസ് അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം ഗൗരവമേറിയ വിഷയമാണ്. ബുധനാഴ്ച പുള്ളിക്കാരത്തേക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. ബുധനാഴ്ച പോയില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും. അവർ ബുധനാഴ്ച കൊണ്ട് അവർ ആ ചോദ്യം ചെയ്യൽ തീർക്കുമെന്നും തോന്നുന്നില്ല. ഇല്ല, അത് വളരെ മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു ED ചെന്നാൽ എങ്ങനെയാണെന്നറിയാമോ?
അവർ കുറേ നേരം കാത്തിരുത്തും. വെറുതെ ഒരു മുറിയിൽ എൻ്റെ അത് ED വലിയ തരത്തിലാണ് ED പ്രവർത്തിക്കുന്നത്. അതായത് പൊളിറ്റിക്സിൽ അതിൻ്റെ തൊണ്ട്. അപ്പോൾ ED അഴിമതിക്കാരും ഉണ്ട്. അപ്പോൾ ഈ അൻവറിനൊക്കെ സ്വാധീനമുള്ള ഒരു വലിയ ലോബി പിണറായിയുടെ കാലത്ത് ED-യിലുണ്ടായിരുന്നു. അവരെ എല്ലാം കൂടെ ഇവിടെ തൂത്തുപറക്കി മാറ്റി. ആ അൻവറിനൊക്കെ ഊരിവിട്ടത് അവരാണ്. അവരുടെ സമ്മർദ്ദത്തിന് വഴിയാണ് എനിക്കത് നോട്ടീസ് കൊടുത്തത്. അല്ല, പൈസ മേടിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്കത് നോട്ടീസ് അയച്ചു. ഞാൻ നമ്മൾ ആദ്യം ചെല്ലുക. രാവിലെ അവിടെ ചെന്നാൽ നമ്മളോട് അവിടെ ഇരിക്കാൻ പറയും. നമ്മളവിടെ ഇരിക്കും, വൈകുന്നേരം വരെ ഇരിക്കും. അപ്പൊ പൊക്കോളം പറയും, അടുത്ത ദിവസം വിളിക്കാന്ന് പറയും. എനിക്ക് പറ്റിയതാണ്. രണ്ടാം ദിവസം ചെന്നു, അടുത്ത പിന്നെ ഒരു ദിവസം തന്നു, രണ്ടാമത് ചെന്നു, വൈകുന്നേരം വരെ ഇരുത്തി. ഞാൻ പറഞ്ഞു എനിക്ക് ആരെങ്കിലും കാണണമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് കാണാൻ അവസരം ഉണ്ടായി. എന്നിട്ട് എൻ്റെ ഒരു ചെറിയ സ്റ്റേറ്റ്മെന്റ് എടുത്തു ഞാൻ. പക്ഷേ എൻ്റെ എല്ലാ ഡോക്യുമെന്റും കൊണ്ടുപോയി. അല്ല, അതിനകത്ത് അതാ വലിയ ബ്രീഫ് കേസും കൊണ്ടുപോയി. പക്ഷെ അതിനകത്തൊരു കുഴപ്പമുള്ള എന്താ പറയുക, കുഴപ്പമില്ല, അതിനകത്തൊരു കാര്യമുണ്ട്. നമ്മുടെ ഭാഗത്തും യാതൊരു കുഴപ്പമില്ലാത്തതുകൊണ്ട് നമുക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഈ പോയിരിക്കുന്ന പാർട്ടികൾക്ക് അവിടെ ഇരുന്ന് വിറച്ച് ഇവരെ എനിക്ക് തോന്നുന്നു ക്യാമറ ഒക്കെ വെച്ച് നിരീക്ഷണമൊക്കെ കാണും. എന്ന് മാത്രമല്ല, ഇതിന് ശേഷം ഇവരെ ചോദ്യം ചെയ്ത് വഷളാക്കി ഇവരെ വേണമെങ്കിൽ വീണ്ടും അടുത്ത ദിവസത്തേക്ക് ചോദ്യം ചെയ്യൽ തുടർന്ന് വേണമെങ്കിൽ അറസ്റ്റും ചെയ്യാം. അതിന് ഈ സാമ്പത്തിക ഇടപാടുകളും ഒരുപാട് ഇടപാടുകളുണ്ട്. ഇവര് പിന്നെ ഇയാളെ ED ആയിരുന്നു അറസ്റ്റ് ചെയ്ത്. നമ്മുടെ കെജ്രിവാളിനെ ED അല്ല, ED അറസ്റ്റ് ചെയ്ത്. കെജ്രിവാളിന് CBID ഉണ്ടായിരുന്നു. ED ആണ് പലപ്പോഴും നേരെ പോയി. ED-യുടെ കേസിന്റെ പ്രത്യേകത ജാമ്യത്തിനൊക്കെ വലിയ കോംപ്ലിക്കേഷൻസാണ്. മറ്റേ CBID-യോ അല്ലെങ്കിൽ നമ്മുടെ പോലീസിന്റെ ഒക്കെ കുറെ കണ്ടീഷൻസ് ഉണ്ട്. ED-യുടെ അങ്ങനല്ല. ED-യിൽ അറസ്റ്റ് ചെയ്തതിന് അതുകൊണ്ടാണല്ലോ കെജ്രിവാൾ ഇത്രയും കാലം അകത്ത് കിടന്നു. ഏതാണ്ട് ഒരു വർഷത്തിലധികം അകത്ത് കിടന്നു. ആലോചിച്ച് നോക്കി, ഒരു വർഷത്തിലധികം ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നോക്കി. അതിനാ അങ്ങനെ കൂട്ടിയത്, ആ രീതിയിലോട്ട് കൊണ്ടുപോയത്. എന്തായാലും ഇവർക്ക് നല്ല ഭീതിയുണ്ട്. നമ്മള് പിന്നെ കർത്തയ്ക്കുണ്ട്, കർത്തയും അവധി ചോദിച്ചിട്ടുണ്ട്. കർത്തയ്ക്ക് പിന്നെ ശാരീരിക അസുഖങ്ങളുണ്ട്. കർത്തയെ അടപടലം തീരും കേട്ടോ. കർത്തയും CMRL കമ്പനിയുടെയും കഥ കഴിയും. കാരണം എന്താ വെച്ചാൽ അടിമുടി തട്ടിപ്പ് നടത്തി ജീവിച്ച ഒരു പ്രസ്ഥാനമാണ്. പക്ഷേ ആളുകൾക്ക് ഒരു ഗുണമുണ്ട്. കായംകുളം കൊച്ചുണ്ണിയെ പോലെ അദ്ദേഹം ഒരുപാട് പേർക്ക് പൈസ വാരി കൊടുത്തിട്ടുണ്ട്. പക്ഷെ കൊടുത്തത് ആർക്കാ? അത് ഈ അയാൾക്കെതിരെ ശബ്ദമുയർത്താൻ ഇടയുള്ളവർക്കൊക്കെ കൊടുത്തു. അതെ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക വർത്തമാന പത്രങ്ങൾക്കും ഈ രാഷ്ട്രീയക്കാർക്ക് നമുക്കറിയാമല്ലോ, നമ്മൾ കണ്ട ആ ലിസ്റ്റിനകത്ത് സുനിൽ വടയാറിനെ പോലുള്ളവരൊക്കെ മാസം 10 ലക്ഷം വെച്ച്. അതാണ് ഇതൊക്കെ. അത് എനിക്ക് തോന്നുന്നു അതെല്ലാം ശരിക്കും കള്ളപ്പണം തന്നെയായിരിക്കും. അല്ലാതെ ആ കണക്കോ അക്കൗണ്ട്, എനിക്ക് അയാളുടെ മാസപ്പടി ഡയറി മാത്രമേ ഈ കണക്കുള്ളൂ. അത് വേറെ അക്കൗണ്ടിൽ കാണത്തില്ല. ഈ കണക്ക് ഉണ്ടാവത്തില്ല. ഈ കാശൊന്നും കാണത്തില്ല. എന്തായാലും പിണറായി വിജയന്റെ മകൾ ബുധനാഴ്ച വളരെ നിർണായകമായ ഒരവസ്ഥയിലേക്ക് കടക്കും. പിണറായി എത്ര സംരക്ഷിക്കാൻ ശ്രമിച്ചാലും അത് പ്രയാസമുള്ള കാര്യത്തിലേക്കായിരിക്കും. നമുക്ക് ബുധനാഴ്ച വരെ കാത്തിരിക്കാം. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല, പോലീസിലെ അഴിച്ചുപണിയാണ്. വാസ്തവത്തിൽ VD സതീശനോടുള്ള എൻ്റെ ഒരു വലിയ പരാതി ഇത്ര കാലമായി അയാൾ പോലീസിൽ അഴിച്ചുപണി നടത്തില്ല എന്നുള്ളതായിരുന്നു. അല്ലെ, പോലീസിലെ ഈ അഴിച്ചുപണിയിലോട്ട് നമ്മൾ വരുമ്പോൾ തന്നെ വേറൊരു വിഷയം കൂടി ഇന്ന് വന്നിട്ടുണ്ട് പ്രധാനമായിട്ട്. അതും ഇന്ന് അധികം ശരിക്കും പോലീസിലെ അഴിച്ചുപണി ചർച്ച ചെയ്യേണ്ട സ്ഥാനത്തേക്ക് അത് കയറി വന്നത് രാവിലെ. ഈ ദേവസ്വം ബോർഡിൽ സ്പെഷ്യൽ ഗവൺമെന്റ് പ്രോസിക്യൂട്ടറായിട്ട് ഒരു പ്രദീപ് എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് പ്രദീപ് എന്ന് പറഞ്ഞ ഒരാളെ നിയമിച്ചു. അയാൾ നമ്മുടെ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ്, അതായത് സ്വർണ്ണക്കൊള്ള കേസിൽ ഈ ലോകം അവിടെ കൊണ്ടുവന്ന് ലോകം പൂശി എന്ന് പറയുന്ന കമ്പനിയുടെ വക്കീലാണ്. അയാളെ പിടിച്ച് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മന്ത്രി മുരളീധരനാണല്ലോ പുള്ളി പറഞ്ഞ് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, മുഖ്യമന്ത്രിക്ക് വിട്ടത്. എന്നിട്ട് പുള്ളി അടുത്ത ഡയലോഗിൽ പുള്ളി കുടുങ്ങിപ്പോയി. പുള്ളി പറയുന്നത് ഏതായാലും പ്രതിഭാഗം വക്കീലാണല്ലോ, അവിടുത്തെ രഹസ്യങ്ങളെല്ലാം ചോർന്ന് കിട്ടും, അപ്പോൾ എളുപ്പമായില്ലേ, അങ്ങനെ ഒരു ഡയലോഗ് കിട്ടും. അതിൽ പുള്ളി പെട്ടുപോയിട്ട് ഞാൻ ഇപ്പൊ ഈ ദിവസങ്ങളിൽ ഏതാണ്ട് 50ഓളം സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരെയും ഗവൺമെന്റ് പ്ലീഡർമാരെയും നിയോഗിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് വേണ്ടപ്പെട്ട ആളുകൾ വിശ്വസനീയമായ സോഴ്സിൽ നിന്ന് എന്നോട് പറഞ്ഞത് ഇതിന് ഒരു വലിയ സാമ്പത്തിക ഇടപാട് നടന്നിട്ടുള്ളതാണ്. അതായത് 15, 20, 25 ലക്ഷം രൂപ ഒക്കെ വാങ്ങിക്കൊണ്ടാണ് ഈ പറയുന്ന ഈ ഗവൺമെന്റ് പ്ലീഡർമാരെ നിയോഗിച്ചത്. എനിക്കറിയില്ല, സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള രാഷ്ട്രീയക്കാരെ നിയോഗിച്ചത് ഇടതുപക്ഷ കാലത്തൊക്കെ അവരുടെ പാർട്ടിക്കാരെ നിയോഗിക്കുമായിരുന്നു. എല്ലാ തവണ UDF-ന്റെ കാലത്തുണ്ട്. മാണി സാറിന്റെ കാലത്ത് BJP-ക്കാര് ഇതുപോലെ ഗവൺമെന്റ് പ്ലീഡറായൊക്കെ. ഇതൊന്നും നമുക്ക് തെളിവില്ല. പക്ഷെ എനിക്ക് വളരെ വിശ്വസനീയമായി കൊച്ചിയിലെ എന്റെ സോഴ്സ് പറഞ്ഞത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ തന്നെ നിയമവകുപ്പ് അദ്ദേഹത്തിന്റെ കയ്യിലാന്ന് തോന്നുന്നു. അതെ, നിയമവകുപ്പ് അദ്ദേഹത്തിന്റെ. അതാണ് എല്ലാവരും ഇന്നിപ്പോ രാവിലെ തൊട്ട് എല്ലാവരും മുരളീധരന്റെ പടം വെച്ച് അടിക്കുന്നത്. അപ്പൊ മുരളീധരൻ അവസാനം ഇത് എന്റെ കാര്യമല്ല, ഇത് യാതൊരു ബന്ധമില്ല, മുരളീധരനെ പറ്റി കാര്യമില്ല. അല്ല, ഇതിനകത്തൊരു ഗൗരവം നമ്മൾ ആലോചിക്കണം. ഏറ്റവും ഭയങ്കരം ദേവസ്വം ബോർഡിന്റെയാണ് ആക്കിയിരിക്കുന്നത്. ഈ ദേവസ്വം ബോർഡിന്റെ സ്വർണ്ണക്കൊള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കേസിലെ പ്രതിയുടെ വക്കീല് ഇവിടുത്തെ ദേവസ്വം ബോർഡിന്റെ ഗവൺമെന്റ്. ഒരു കാര്യം വ്യക്തമാണ്, പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു കാര്യം പറയാതിരിക്കുന്ന നിവൃത്തിയിൽ, ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും UDF ആണെങ്കിലും LDF ആണെങ്കിലും BJP നമുക്കറിയത്തില്ല ഇവിടുത്തെ അവസ്ഥ. മറ്റു പല സ്ഥലത്തെയും അവസ്ഥ BJP-യെ കുറിച്ച് നമുക്ക് ഇതൊക്കെ പറയേണ്ടി വരും.
ഉദാഹരണത്തിന് ഇന്നിപ്പം രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ ഭയങ്കര വല്ല പണി ഒപ്പിക്കേണ്ട കാര്യമുണ്ട്. ഞാൻ ചോദിക്കുന്നത് അവർക്ക് ആവശ്യത്തിന് സീറ്റുണ്ട്. ആ ഒരു സീറ്റ് ജനാധിപത്യപരമായിട്ട് ജയിക്കേണ്ടത് കോൺഗ്രസ്സുകാരാണ്. പിന്നെ ആ സീറ്റ് പിടിച്ചു മേടിക്കാന്നൊക്കെ പറഞ്ഞു യാതൊരു ന്യായീകരണവും ഇല്ലാത്ത ഒരു ഒരു ഇടപാടാണ്. ന്യായം അങ്ങനത്തെ പണികളെല്ലാം ഇവർ ചെയ്യുന്നുണ്ട്. അതിനകത്ത് കോടതിയുടെ ഇടപെടലും ഭയങ്കരമായി പോയി. ചെയ്യാൻ എന്ത് ചെയ്യാന്ന് പറയാം, ഒന്ന് ആലോചിച്ച് നോക്കി. അവരോട് പറയാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കാത്തതുകൊണ്ടാണല്ലോ കോടതിയിലെത്തി. അപ്പൊ കോടതിയാണോ പരമോന്നത നീതിപീഠം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണോ എന്നുള്ളത് വളരെ കഷ്ടമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യം. അപ്പൊ ഇവിടെ നോക്കൂ, LDF UDF മാറി മാറി ഭരിക്കുമ്പോൾ ഇവരൊക്കെ ഒരുപാട് വാചകം പിടിക്കുമെങ്കിലും ഇവർക്ക് അടിസ്ഥാനപരമായി എല്ലാം ഒരേ സ്വഭാവമാണ് എന്ന പ്രത്യേകത. ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ കാലത്ത് പാർട്ടിക്കാരെയാണ് ഗവൺമെന്റ് ലീഡറായിട്ട് BP ആയി നിയോഗിച്ചത്. അതെ, ഈ പാർട്ടിക്കാര് അവർക്ക് കഴിവില്ലാത്തവരായിരിക്കും, വേണ്ടപ്പെട്ടവരായിരിക്കും. അതാണ് ഇതിനകത്ത് ഏറ്റവും അപകടം. എന്താണ്, പല കേസുകളിലും കോടതികളിൽ തോറ്റുപോകുന്നു. ഈ LDF സർക്കാർ നിയോഗിച്ച ആൾക്കാർ കഴിവില്ലാത്തതുകൊണ്ടാണ് പല കേസും കോടതി തോറ്റുപോകുന്നു. പിന്നെ ഇവർക്ക് വേണ്ട കേസ്, ഇപ്പൊ ഉദാഹരണത്തിന് പെരിയ കൂട്ടക്കര കേസ് പോലുള്ള കേസിൽ അവർക്ക് വെളിയിൽ നാളെ കൊണ്ടുവരുവാണ് ചെയ്തത്. ഇവർക്ക് കൊടുക്കുന്നതിന് പുറമെ ഇപ്പം നാളിനെ കൊണ്ടുവരണം. ഇപ്പൊ UDF വന്നപ്പോഴും ഇതാ കോൺഗ്രസ്സുകാർക്ക് പോലും കൊടുക്കുന്നില്ല. CPM ഏറ്റവും കുറഞ്ഞ അവരുടെ പാർട്ടിക്കാർക്ക് കൊടുത്തു, കോൺഗ്രസ്സുകാർക്ക് കാശ് മേടിച്ചു കൊടുക്കുന്നു പറയുന്ന അവസ്ഥ കഷ്ടമാണ്. അല്ല, ഈ സണ്ണി ജോസഫിന്റെ ബന്ധുവിനെ നിയമിച്ചെന്ന് പറഞ്ഞതിനേക്കാൾ ഇത് വളരെ ഗൗരവമാണ്. ഈ കേസ് ഇത് വളരെ ഗൗരവമാണ്. കാരണം ഇങ്ങനെ ഒരു വക്കീൽ എങ്ങനെ അവിടെ ചെന്നു, ഇതായി, ആര് കൊണ്ടുവന്നു? അത് വേറെ എങ്ങോ അല്ല, വേറൊരു വകുപ്പിലായിക്കോട്ടെ, ഇത് ദേവസ്വത്തിന്റെ ലീഡറായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെയാണ് അത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിനകത്ത് ഈ അവതാരങ്ങളെ സതീശൻ വിട്ടതാണോ അതോ ഈ സതീശനെ അവതാരങ്ങൾ മൂടിയതാണോ എന്നറിയില്ല. ഞാൻ പറഞ്ഞത് നമ്മൾ വിചാരിക്കുന്ന മാതിരിയൊന്നും അല്ല ഇവരുടെയൊക്കെ യഥാർത്ഥ മുഖമെന്ന് തിരിച്ചറിയുന്ന ഉറപ്പാണ്. ഇപ്പൊ ഇവർ ഈ ഇമേജ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു നീക്കത്തിനിടയിലാണ് ഇമാതിരി അടി നെറുകന്തലയ്ക്ക് കിട്ടുന്നത്. ഇതൊരു വലിയ അടി തന്നെയാണ്, സംശയമൊന്നുമില്ല. എന്തായാലും വരും ദിവസങ്ങൾ ഇത്തരം വിവാദങ്ങളൊക്കെ പൊങ്ങി വരുമെന്നും ഇതൊക്കെ നാണക്കേടാവും തിരിച്ചറിയാനുള്ള വിവേകം ഇവർക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഈ ബന്ധു നിയമന വിവാദം വന്നതുകൊണ്ട് ഒരു മന്ത്രി, എനിക്കറിയാവുന്ന ഒരു മന്ത്രി, എനിക്ക് പരിചയമുള്ളൊരു മന്ത്രി, ആ മന്ത്രിയുടെ ഏറ്റവും അടുത്ത ബന്ധുവിന്, ഞാൻ ആരാന്ന് പറയുന്നില്ല, ഒരു പ്രത്യേക പദവിയിലേക്ക് എത്താനുള്ള എല്ലാ പേപ്പറും ശരിയാക്കി വെച്ചപ്പോഴാണ് മറ്റേ സണ്ണി ജോസഫ് അതോടെ തൽക്കാലം ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട്, ഞാൻ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, നിയമിച്ചിട്ടില്ലാത്തത് ആഗ്രഹങ്ങളല്ലേ ബന്ധു. പക്ഷെ അക്കാര്യത്തിൽ VRM ഷബീറാണ് മിടുക്കൻ. VRM ഷബീർ പ്രസംഗിച്ചു. അളിയൻ ഭാര്യയുടെ അനിയത്തിയുടെ ഭർത്താവ് പറ്റും പോലീസുകാരനാണ്, ഭരണം മാറി വന്നു, ഞാൻ വീടിൻ്റെ മുന്നിൽ നിന്ന് ചായ കുടിക്കണം, എന്നോട് പറഞ്ഞു അളിയ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. പുള്ളി അവിടെ നിന്ന് പറഞ്ഞു, നീ CPM തന്നെ മേലിലൂടെ കണ്ടുവെക്കരുത്, നിന്നെ ഒന്നും രക്ഷിക്കാനല്ല ഞങ്ങളുടെ പാർട്ടി അധികാരത്തിൽ വന്നത്. ഷഫീറിനെ അങ്ങനെ ചുറ്റു, കാരണം ഷഫീർ പറയുന്ന പോലെ നടക്കത്തില്ല, ഇവിടെ കാശാണ് മാനദണ്ഡം. അല്ല, അവിടെ വേറെ പ്രശ്നം, ഷമീറിന്റെ കുടുംബകലകമായി. ഷമീർ ഇതൊരു പൊതുവേദിയിൽ പ്രസംഗിച്ച് ഇത് ചാനലിൽ കൂടെ വന്നു, ഇത് ഷമീറിന്റെ വീട്ടിൽ കുഴപ്പമായി, ഭാര്യ വഴക്കായി, ബഹളമായി, ആകാശമായി, പുള്ളി പാർട്ടിയോടുള്ള കൂറ് കാണിച്ചതാണ്. ഇല്ല, എന്നെ പലരും വിളിച്ചിട്ടേ ഈ ട്രാൻസ്ഫറിന്റെ കാര്യത്തിനൊക്കെ വിളിക്കും. അപ്പൊ ഞാൻ അവരോടൊക്കെ പറയും, എന്റെ പൊന്നു ചങ്ങായി, ഒന്നെനിക്കാനുള്ള സ്വാധീനമില്ല, നമ്മളെ വിമർശിച്ചു പോകുന്നതാണ്. രണ്ട്, കോൺഗ്രസ്സുകാരാണ് ഭരിക്കുന്നത്, കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന കാലത്ത് ഇതൊന്നും നടക്കത്തില്ല. അല്ല, കാരണം എല്ലാം കാശായിരിക്കും. ഈ അവതാരങ്ങൾ ഒത്തിരി ഉണ്ട്. ഇപ്പൊ ആഭ്യന്തര വകുപ്പിൽ ഇപ്പൊ നമ്മൾ അതാ പറഞ്ഞുകൊണ്ട് വന്നത്, നമ്മൾ അതിലേക്ക് അപ്പൊ ഈ DGP ADGP തലത്തിൽ തൊട്ട് SP തലത്തിൽ വരെയുള്ള മാറ്റങ്ങളാണ് ഇന്നലെ ഒന്നാം ഘട്ടമാണെന്ന് തോന്നുന്നു. കാരണം കുറെ അതിനകത്ത് ഇപ്പൊ വന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കൺഫേർഡ് IPSകാരെ ധാരാളമായിട്ട് SP-മാരാക്കി ജില്ലകളിൽ നിയമിച്ചു. അതിനൊപ്പം തന്നെ DCP സ്ഥാനത്തേക്ക് AP ഷൗക്കത്ത് അലിയെ, DCP അല്ല കമ്മീഷണർ സ്ഥാനത്തേക്ക്, സോറി DCP അല്ല കമ്മീഷണർ സ്ഥാനത്തേക്ക് ഷൗക്കത്ത് അലിയെ. ഇത് ഞാനിതിനെ വളരെ ഈ പറയുന്ന പോലീസിലെ ഈ മാറ്റത്തെ ഞാൻ പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ്. കാരണം ഒന്ന്, ഈ കൺഫേർഡ് IPSകാരെ ആക്കി എന്ന് പറയുന്നുണ്ടല്ലോ, ഒന്ന് അവർക്ക് അയോഗ്യതയൊന്നും ഇല്ല, അവർ കൺഫേർഡ് IPS ആയതാണ്. രണ്ട്, ഈ പ്രവണത തുടങ്ങിയത് പിണറായി വിജയനാണ്. അതെ, ഈ IPS നേരിട്ടെടുത്തവർ എന്ന് പറയുന്ന ചെറുപ്പക്കാരായിരിക്കും. SP റാങ്ക് എന്ന് പറഞ്ഞാൽ അവർ ASP കഴിഞ്ഞാൽ DCP കഴിഞ്ഞാൽ അവർ SP ആണ്. ഒരു 3-4 വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 5 വർഷത്തിനകം ഇവർ SP റാങ്കായി. ഈ SP റാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു IPSകാരൻ, മലയാളിയാണെന്ന് നിർബന്ധമില്ല, ഈ IPSകാരനെ വരുതിക്ക് നിർത്താൻ പ്രയാസമാണ്. അവൻ്റെ ആ ചോരത്തലപ്പിൻ്റെ പ്രായമാണ്, മൈൻഡ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് SI ആയി കയറി റിട്ടയർമെന്റിന്റെ സമയമാകുമ്പോൾ IPS കിട്ടിയിരിക്കുന്ന ഈ കൺഫേർഡ് IPSകാരെ ഇവരെ SP ആക്കാൻ തീരുമാനിക്കുന്നത്. അത് പിണറായി തുടങ്ങിയതാണ്. പിണറായിയുടെ കാലത്ത് ഭൂരിപക്ഷം പേരും അങ്ങനെയായിരുന്നു. അതെ, മിക്കയിടത്തും അങ്ങനെയായിരുന്നു. അവിടെ നിന്നൊക്കെ പണിയും മേടിച്ച് കിട്ടിയിട്ടുണ്ട് അവിടുത്തെ. അപ്പൊ അത് ഇവരും ആവർത്തിക്കുന്നു എന്നത് ഇവരുടെ ഒരു കംഫർട്ട് സോണിന് വേണ്ടിയുള്ളതാണ്. ശരിയല്ല, പക്ഷെ അവരുടെ കംഫർട്ട് സോണിലാണ്. അതെ, അത് മാത്രമല്ല, ഇതിനകത്ത് പല ബാഹ്യ ഇടപെടലുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഈ ചോട്ടാ നേതാക്കളുണ്ട്, രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട ചോട്ടാ നേതാക്കൾ.
ഈ നേതാക്കളിൽ പലരും പല IPS-കാരോടും ചെന്ന്, അതായത് കൺഫേർഡ് IPS-കാരോട് ചെന്ന് നിങ്ങളെ പത്തനംതിട്ട നിയമിക്കണോ, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഞാൻ നിയമനം മേടിച്ചു തരാം. എന്താണ് സംഭവം? പിന്നെ ഇയാൾക്ക് ഭരിക്കാം, ഈ മേടിച്ചു കൊടുത്തവർ. ഈ കൺഫേർഡ് IPS-കാരെ നിറച്ചാലുണ്ടാവുന്ന കുഴപ്പം അവരെ രാഷ്ട്രീയക്കാർ നിയന്ത്രിക്കും എന്നുള്ളതാണ്. നീതി വൈകും എന്നുള്ളതാണ്. അവരത് ആഗ്രഹിക്കും. അതാണ് ഇപ്പൊ നമുക്കറിയാം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ മാത്രം ഉണ്ടെന്ന് തോന്നുന്നു, അല്ല കൊല്ലം, അതുപോലെ ഈ പറയുന്ന റൂറൽ, നമ്മുടെ തിരുവനന്തപുരം റൂറൽ, പാലക്കാട്. പിന്നെ വേറെ കാര്യമുണ്ട്, പുതിയ SP-മാരൊക്കെ കുറവാന്ന് തോന്നുന്നു. ഈ IPS-കാർക്ക് ഇപ്പൊ പുതിയ ആൾക്കാർ കുറവാന്ന് തോന്നുന്നു. IPS-കാരൊക്കെ ഈ അല്ലാത്ത പോസ്റ്റുകളിലൊക്കെ ജോലി ചെയ്യുന്നു. പിന്നെ അതേസമയം ഷൗക്കത്തലിയുടെ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. അത് വളരെ നല്ലൊരു ചോയ്സ് ആണ്. പക്ഷെ ഇത് കീഴ്വഴക്കം ലംഘിച്ചുകൊണ്ടാണ് ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു SP റാങ്കിലുള്ള, ജൂനിയർ SP റാങ്കിലുള്ള ഒരു ഓഫീസറെ കമ്മീഷണറാക്കി വെച്ചിട്ടില്ല. കാരണം ഇടക്കാലത്ത് IG-യും പിന്നീട് നിർബന്ധമായും DIG റാങ്കിലുള്ളവരുമായിരുന്നു കമ്മീഷണറായിട്ട്. കാരണം അത്രയും ഒരു മെട്രോ സിറ്റി പോലെ വലിയ സിറ്റിയാണെന്ന് ഓർക്കണം ഈ കമ്മീഷൻ പദവിയുള്ളത്. മറ്റൊക്കെ ലക്ഷ്യമുണ്ട്. അപ്പം പക്ഷെ ഷൗക്കത്തലിക്ക് അതിനുള്ള കഴിവുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ പരിചയം ഇന്ത്യക്കകത്ത് മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിൽ കേസ് അന്വേഷിച്ച് ആ പരിചയ സമ്പത്തുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ അത്രയും പരിചയ സമ്പത്ത് ഇവിടെ ഇരിക്കുന്ന DGP-ക്ക് ഇല്ല. SI കയറിയപ്പോൾ പോലെ 1ാം റാങ്കുകാരനാണ്. അതെ. പിന്നെ അയാൾ എല്ലാ തലത്തിലും എത്തി. മാത്രമല്ല അദ്ദേഹം വിചാരിച്ചത് കൊണ്ടാണല്ലോ ഈ കൊടിസുനിയൻ സംഘത്തെയൊക്കെ പിടിച്ചത്. അതെ, മൊത്തത്തിന് തൂത്തുപറക്കി. അപ്പൊ അതുകൊണ്ട് കീഴ്വഴക്കം തെറ്റിച്ചു എന്നത് സത്യമാണ്. പക്ഷേ കാരണം ഇപ്പൊ ഈ മെറിൻ ജോസഫ് എന്ന് പറഞ്ഞ ആളായിരുന്നു അവിടുത്തെ കമ്മീഷണർ. അവർ SP-യാ. പക്ഷേ അവർ DIG റാങ്കിലേക്ക് ഇപ്പൊ അടുത്ത മാസം മാറുവാണ്. ഡയറക്റ്റ് IPS ആണ്. അതുകൊണ്ട് അവർക്ക് അത്ര വലിയ ബുദ്ധിമുട്ടില്ല. ഡയറക്റ്റ് IPS-കാർക്കാണ് ഇതിനകത്ത് പ്രശ്നം. നാട്ടുകാർക്കും ഇവിടെയുള്ള കോൺഗ്രസ്സുകാർക്കും ഒക്കെ സന്തോഷമാണ്. അതെ. അപ്പൊ എന്തായാലും ഷൗക്കത്തലിയുടെ കാര്യത്തിൽ എനിക്ക് പേഴ്സണലി നല്ല അഭിപ്രായമുണ്ട്. പക്ഷേ നമ്മൾ ഈ ഡയറക്റ്റ് IPS-കാരുടെ ഒരു ചിന്തിച്ച് നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് SP റാങ്ക്. അതെ, അത് കിട്ടാതെ അത് ഒരു ലോക്കൽ SP ആയി ഒരു അവരുടെ പേര് നമ്മുടെ മനസ്സിൽ നിന്ന് പതിപ്പിച്ചു പോവുക എന്നുള്ളത് പലരും ആഗ്രഹമാണ്. അത് നടക്കാതെ ഇപ്പം തച്ചങ്കരിയൊക്കെ പേരെടുത്ത് മുഴുവൻ SP ആയിരുന്നപ്പോൾ, ഇടുക്കി SP കളക്ടർക്കുമാണ് കളക്ടറൊക്കെ മാക്സിമം 3 വർഷം കിട്ടൂ. അത്രയേ ഉള്ളൂ. ആ പദവി വേണ്ടതുപോലെ കിട്ടിയില്ലെങ്കിൽ അത് ആ ഒരു IAS IPS-കാരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. ഇത് ജനങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരേ ഒരു പദവി ഇതേ ഉള്ളൂ. ഇതിന് ശേഷം പിന്നെ ഇവർ ഈ ജനങ്ങളുമായിട്ട് ഡയറക്റ്റ് ഇതല്ലല്ലോ. പക്ഷേ ഒരു കാര്യം പറയാതിരിക്കുന്ന വൃത്തിയില്ല, പിണറായി വിജയൻ ഒരുപാട് പണി കൊടുത്ത് ഒതുക്കിയിരുന്ന ഷൗക്കത്തലിക്ക് ഏറ്റവും വലിയ പദവിയിൽ വന്ന് റിട്ടയർ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞ വലിയ ഭാഗ്യം. ഒരു വർഷം കൂടിയേ ഉള്ളൂ അദ്ദേഹത്തിന് സർവീസ്. അത് അഭിനന്ദനം അർഹിക്കുന്നു പറയാതിരിക്കുന്നത്. എനിക്ക് അതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് IG-P വിജയനെ ക്രമസമാധാന ചുമതലയിലേക്ക് മാറ്റിയതാണ്. അതാണ് ഈ എന്ത് പെട്ടെന്ന് ഒരു കസേര അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അതായത് ഈ പിണറായിയുടെ 2ാം പിണറായി ഭരണകാലത്ത് അവസാനം ഈ പറയുന്ന ഈ പൂരം മുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതലുള്ള വിവാദങ്ങളുണ്ടല്ലോ, പൂരം കലക്ക്, മറ്റേ അൻവറെ, ഇത്തരം കുറെ വിവാദങ്ങൾ ഉണ്ടാകുന്നത് വരെ കേരളത്തിൽ DGP കസേരയിൽ ഇരിക്കുന്നില്ല എന്നുള്ളായിരുന്നു. യഥാർത്ഥ DGP അജിത് കുമാർ ആയിരുന്നു. അതായത് അനിൽകാന്തോ അങ്ങനെ കണ്ടൊരു കക്ഷിയില്ല. അനിൽകാന്ത് ആയിരുന്നു. അതിനു മുമ്പ് ഈ ഇദ്ദേഹം ഉണ്ടായിരുന്നു, നമ്മുടെ അനിൽകാന്തിന് ശേഷം ബെഹ്റയല്ലായിരുന്നു. അനിൽകാന്തിന് ശേഷം ഒരു ഹൈദരാബാദുകാരൻ, അല്ലല്ല, ഒരു റവദ ഇപ്പോഴാണല്ലോ, ഷേഖ് ദർവേഷ് സാഹിബ് കഴിഞ്ഞാണ് റവഡ വരുന്നത്. അത് കഴിഞ്ഞാണ് ഈ ദർവേഷ് സാഹിബ് ഇരിക്കുന്ന സമയത്ത് ഇയാൾ DGP-യെ, എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് പേഴ്സണലി അവിടെ നിറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, DGP മീറ്റിംഗ് വിളിച്ച ആൾ വരത്തില്ല. അവസാനം DGP കലി കയറിയിട്ട് ദർവേഷ് സാഹിബ് ഇയാൾക്ക് നോട്ടീസ് അയച്ചു. അച്ചടക്ക ലംഘനമാണ്. തിരിച്ചു നോട്ടീസ് കൊടുത്തു. ഞാൻ വന്ദേ ഭാരത് ചാടി വരുമെന്ന് ചോദിച്ചു. എങ്ങനെയുണ്ട്? അതെ, അന്ന് ഈ ദർവേഷ് സാഹിബ് ഇരിക്കുമ്പോഴാണ് നമുക്കൊക്കെ റെയ്ഡ് നടക്കുന്നത്. അയാളാണ് അന്ന് വലിയ പത്രസമ്മേളനം നടത്തിയാൽ പറ്റി വെച്ചാൽ അന്ന് ഇയാൾ കസേര ഇരിക്കുന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ DGP-യുടെ റോള് വഹിച്ചിരുന്നത് അജിത് അവിടെ ഇരുന്ന സമയം മൊത്തം അങ്ങനെയായിരുന്നു. അജിത് കുമാർ ആയിരുന്നു. അതെന്ന് വെച്ചാൽ എല്ലായിടത്തും ആഭ്യന്തരമന്ത്രി അയാളായിരുന്നു. ആഭ്യന്തരമന്ത്രിയുടെ പദവിയിലായിരുന്നു. ശശി അയാളെ കൂടി ആലോചിക്കുന്നു, തീരുമാനിക്കുന്നു. അത്രേ ഉള്ളൂ. അൻവർ കൊണ്ട് കൊളുത്തി കൊടുത്തു. എന്നിട്ട് ഇതിന് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇയാൾ സർവാധികാരിയായി വാണ് നിരപരാധികളെ പലരെയും പിടിച്ച് ജയിലിലടച്ച് വലിയ തോതിൽ പകവീട്ടി ഇങ്ങനെ വാണ കക്ഷിക്ക് ഇപ്പോ ഒരു പദവിയിൽ ഓർക്കണം, ബെഫ്കോയുടെ MD സ്ഥാനം മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോക്കണമെന്ന് അതായത് എക്സൈസ് കമ്മീഷൻ സ്ഥാനം തെറിച്ചു, കോടതി പോയി. മറ്റൊരു IAS അസോസിയേഷൻ കോടതി പോയി. അവർ പറഞ്ഞ് കേഡർ പോസ്റ്റാണ്, കേഡർ പോസ്റ്റ് വേറെ നിയമിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ മാറ്റി. അങ്ങനെ എക്സൈസ്, അതാരാ അശോക പോയത്, അതെ, അങ്ങനെ എക്സൈസ് കമ്മീഷണർ സ്ഥാനവും പോയി. ഇപ്പൊ ചെന്നിത്തലയുടെ പിന്നാമ്പുറങ്ങളിലൊക്കെ രക്ഷിക്കണം സാർ. അദ്ദേഹത്തിന് പദവിയൊന്നും വേണ്ട, അദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്യാതിരുന്നാൽ മതി. കാരണം സസ്പെൻഡ് ചെയ്താൽ ഇനി അടുത്ത മാസം അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടണം. ആ പ്രൊമോഷൻ DGP ആവേണ്ടതാ, അത് കിട്ടാതെ പോകും. അതുകൊണ്ട് സസ്പെൻഡ് ചെയ്യാതെ തടി ആക്കണമെന്ന് മാത്രമേ
ചെന്നിത്തലയോട് അദ്ദേഹം പോയി ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ചെന്നിത്തല പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്ങനെ നടന്ന ഒരു മനുഷ്യൻ അത് ആലോചിച്ച് നോക്കി, ഇയാൾ പക വീട്ടാൻ വേണ്ടി മനഃപൂർവ്വം സസ്പെൻഡ് ചെയ്ത് പുറത്താക്കിയ ആളാണ് പി വിജയൻ. പി വിജയന്റെ അത് ശരിക്കും എലത്തൂർ ട്രെയിൻ തീവയ്പ് കേസിൽ മാതൃഭൂമിയുടെ ചാനൽ സംഘം പോയി ദൃശ്യം പകർത്തി എന്നുള്ള ഒരു കുറ്റമായിരുന്നു അത്. ഈ വിവരങ്ങൾ എങ്ങനെ അതായത് പ്രതിയെ കൊണ്ടുവരുന്ന വഴിക്ക് അല്ല, ഇതിന്റെ അകത്ത് മനസ്സിലാക്കേണ്ട, ഇനി ഈ പി വിജയൻ പറഞ്ഞു കൊടുത്തു എന്ന് വെച്ചോളൂ. അതെ, എങ്കിൽ പോലും പി വിജയന്റെ പദവി എന്നാണ്? ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ തലവനാണ്. അതെ. അപ്പൊ അവിടെ ഒരു ആക്രമണം ഉണ്ടായാൽ ആ ആക്രമണത്തിന്റെ പ്രതികളെ കുറിച്ച് അയാൾക്ക് വിവരം അന്വേഷിക്കാം. ഇയാൾ വിവരം പോലീസുകാരെ വിളിച്ച് ചോദിച്ചു. ഇതാണ് ഇയാളുടെ പേരിൽ കുറ്റകൃത്യം. അയാൾ ഇതെന്നെ സംഭവിച്ചതെന്ന് വെച്ചാൽ കേരളം വിട്ടുപോയ ഈ പ്രതിയെ ന്യൂട്രൽ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവന്മാർ പിടിച്ചു എന്ന് വരുത്താനുള്ള ശ്രമമായിരുന്നു. അതിനു മുമ്പ് മാതൃഭൂമി വാർത്ത വന്നു, അത് വാഹനം കേടായി പ്രതിയെ ഇറക്കി വഴി നിർത്തി. അപ്പൊ ഈ മാതൃഭൂമിയുടെ ക്യാമറ എങ്ങനെയോ ഇവർ അറിഞ്ഞു ഇവര് വഴി നിൽക്കും. മാതൃഭൂമിയുടെ ക്യാമറമാൻ റിപ്പോർട്ടറും കൂടെ പോയി ഇതെടുത്തു. അതിന് അവന്മാരുടെ ഫോണും ക്യാമറ എല്ലാം പിടിച്ചോണ്ട് ആലോചിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാനില്ല കോടതി പോയതിനു ശേഷമാണ് ഇവർ പോകുന്നത് ഇത് കിട്ടുമെന്നും പറഞ്ഞിട്ട്. അവിടെ ഈ ശരിക്കും പറഞ്ഞാൽ IG വിജയനുള്ള പുള്ളിയുടെ കലിപ്പ് ഇതല്ല, പ്രധാനമന്ത്രി ഇങ്ങനെ അനുമോദിച്ചതാണ്. പക്ഷെ വലിയൊരു ഇത് തന്നെയാണ് IG വിജയൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ 2 പദ്ധതികൾ എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ ശ്രദ്ധയാകർഷിച്ചത്. ഒന്ന് പുണ്യം പൂങ്കാവനം ശബരിമലയിലെ, അവിടെ നോക്കണം, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് വരെ വന്നാണ് അവിടെ മാലിന്യം അടിച്ചു കോരി കൊട്ടയ്ക്കകത്തിട്ടിട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. അത് പിന്നെ വന്ന SPC സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്. ഈ മനുഷ്യന്റെ ഏറ്റവും അവിശ്വസനീയമായ കഥ 10ാം ക്ലാസ് തോറ്റയാളാണ്. അതെ, ബാക്കിയെല്ലാം വിശ്വസിക്കാം. ഇദ്ദേഹത്തെ പോലെ 10ാം ക്ലാസ്സിൽ തോറ്റ ഒരാൾ ഇപ്പോൾ DYSP ഉണ്ടായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം റിട്ടയർ ആയി. അദ്ദേഹം DYSP ആയി പിന്നെ ഡോക്ടറേറ്റും എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റോറി വന്നു അദ്ദേഹത്തെ കുറിച്ച്. ജോസ് എന്ന് പറയുമ്പോൾ തന്നെ DYSP. ഈ ജോസിനെ കുറിച്ചൊരു സ്റ്റോറി വന്നു. അന്നേരം ആദ്യം വിളിച്ച് അഭിനന്ദിക്കുന്ന ഈ IG വിജയനാണ്. അപ്പൊ ഇവരുടെ 2 പേരെയും കൂടെ താരതമ്യം ചെയ്ത് നോക്ക്, 10ാം ക്ലാസ് കഴിഞ്ഞ് തോറ്റുപോയത് കൊണ്ട് പഠനം നിർത്തിയിട്ട് കൂലിപ്പണിക്ക് പോയി. വീട്ടിൽ പാവമാണ്. അതെ, 2 കൊല്ലം കഴിഞ്ഞ് തന്നെ പ്രൈവറ്റായിട്ട് പരീക്ഷ എഴുതിയിട്ട് IPS പാസ്സായിട്ട് ADGP ആവുകയും അദ്ദേഹം DGP ആവത്തില്ല. കാരണം 31ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈ IPS കിട്ടുന്നത്. 99 ബാച്ചില് പലപ്പോഴും 20-25 വയസ്സിൽ താഴെ നമുക്ക് കിട്ടും. അപ്പം 31ാമത്തെ വയസ്സിൽ കിട്ടുക കാരണം ഇദ്ദേഹത്തിന് DGP റാങ്ക് വരെയുള്ള പ്രൊമോഷൻ കിട്ടത്തില്ല. കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രൊമോഷനാണ് ADGP. ആ ADGP റാങ്കിൽ അദ്ദേഹം കിട്ടാവുന്ന ഏറ്റവും വലിയ പദവി, അതായത് DGP തൽക്കാലം നോക്കുകുത്തിയാണ്. കാരണം പുതിയ DGP ആണെങ്കിലും നോക്കുകുത്തിയ. കാരണം പിണറായി സർക്കാർ വെച്ച DGP ആണ്. പിന്നെ നൂലാമാല വേണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് മാറ്റുന്നില്ല. അപ്പം അന്ന് പിണറായി എങ്ങനെയാണോ ഒരു DGPയെ പാവയായി വെച്ചിട്ട് അജിത് കുമാറിനെ കൊണ്ട് ഭരിച്ചിരുന്നത്, അതുപോലെ തന്നെയായിരിക്കും ഇവരിനി ഇവിടെ ഭരിക്കാൻ പോകുന്നത്. ഇവിടുത്തെ പവർ മുഴുവൻ വിജയനാണ്. അത് മാത്രമല്ല, അതുകൊണ്ട് പക്ഷെ ഒരു ഗുണമുണ്ട് നമുക്ക്. ഒന്നുമല്ല, ഒരു സഹാനുഭൂതി, സഹജീവികളോട് സ്നേഹവും, കാര്യം പറഞ്ഞാൽ ദാരിദ്ര്യവും പട്ടിണിയും അധ്വാനവും ഒക്കെ അറിയുന്ന ഒരു മനുഷ്യൻ. ചെങ്കല്ല് വെട്ടിയാണ് ഇത് ജീവിച്ചിരുന്നതെന്ന് പറഞ്ഞത്. ചെങ്കല്ല് വെട്ടുക വടക്കൻ മലബാർ ഏരിയ, ഇപ്പൊ കോഴിക്കോടും മറ്റേ കാസർഗോഡും ഒക്കെ ഇതുണ്ടല്ലോ. പിന്നെ അറിയാം, എല്ലായിടത്തും കണ്ണൂരെല്ലാം ഉണ്ട്. ചെങ്കല്ലാണ് അവിടുത്തെ മെയിൻ ഇഷ്ടികയ്ക്ക്. പക്ഷെ നമുക്ക് ഈ അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ഒരു പ്ലസന്റ് ആണ്. ഈ അജിത് കുമാറിനെ കാണുമ്പോൾ, ഒരാളെ കാണുമ്പോൾ നമുക്കൊരു ആശ്വാസം വരുമല്ലോ. ഇപ്പൊ ഈ വിജയൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ കാണുമ്പോഴേ നമുക്കറിയാം അദ്ദേഹം ഒരു സാധാരണക്കാരൻ. എന്തായാലും VD സതീശൻ വളരെ വൈകിയാണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ അഭിനന്ദിക്കും. പോലീസിലെ അഴിച്ചുപണി, പ്രത്യേകിച്ച് P വിജയനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നു. അതേസമയം മനോജ് ബെഹ്റ സാറിനെ മാറ്റിയിട്ടില്ല. ഇല്ല, വെങ്കടേഷിനെ അവിടെ തന്നെ ഇരുന്നോളാൻ പറഞ്ഞു. അത് കളഞ്ഞില്ല. അത് വെങ്കടേഷ് നല്ല ഓഫീസറാണ്. അതെ, വെങ്കടേഷ് ഇവരുടെ അടിമയായി പോയായിരുന്നു. അല്ല അങ്ങനെ അത്ര ആയില്ല. അവസാന നിമിഷം എത്തിച്ചതാണ്. കാരണം അവസാന നിമിഷം വേറെ ആരും ഇല്ലാതെ വന്നപ്പോഴാണ് ഈ വെങ്കടേഷിനെ രക്ഷിക്കാൻ ഇറക്കിയത്. അത് അവസാനം കുറെ മാറ്റം ഉണ്ടല്ലോ. അങ്ങനെയുള്ള P വിജയനെ ഇന്റലിജൻസ് ആക്കി. അതായത് അവസാനം പിണറായിക്ക് ബോധ്യമായി, അതായത് ഇയാൾ വീണപ്പോൾ, MR അജിത് കുമാർ വീണപ്പോൾ പിണറായിക്ക് ബോധ്യമായി, എടാ എനിക്ക് ഈ പൊട്ടനെ ഞാൻ കേട്ടത് എനിക്കിട്ട് പണി കിട്ടിയെന്ന് മനസ്സിലായിട്ട് ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ചെയ്ത ചില തെറ്റുകളൊക്കെ തിരുത്തി. അത് എങ്ങനെയാണെന്നറിയാമോ? അത് ശരിക്കും ഈ അജിത്തിനെ മാറ്റി വെങ്കടേഷിനെ വെച്ച് കഴിഞ്ഞു. വെങ്കടേഷ് ഡയറക്റ്റ് CM-നെ ചില കാര്യങ്ങൾ ധരിപ്പിച്ചു. അങ്ങനെയാണ് പത്തനംതിട്ട SP ആയിരുന്ന വിനോദ് കുമാറിനെയൊക്കെ കുറിച്ച് ഇദ്ദേഹം പരാമർശനം നടത്തി. എന്താ, പിന്നെ പിണറായി നേരിട്ട് പറഞ്ഞല്ലോ അയാളെ കുറിച്ച്, ഇത് സ്ത്രീകൾക്ക് രാത്രി മെസ്സേജ് അയച്ച ആ വിഷയമൊക്കെ വെച്ചിട്ട് അയാൾക്കെതിരെ പറയുകയുണ്ടായി. അതുപോലെ അന്ന് ഇയാളെ AIG ആയിട്ട് ക്രമസമാധാനത്തിൻ്റെ കൊണ്ടുവച്ചു. ഈ വിനോദിനെ അവിടുന്ന് സ്ഥലം മാറ്റിയിട്ട് ഇവിടെ കൊണ്ടുവച്ചു. അപ്പോൾ ഈ വെങ്കടേഷ് അവിടെ ചെന്ന് മുഖ്യമന്ത്രിയെ കണ്ടറിയിച്ചത് ഇയാളുടെ കൂടെ ആയിരിക്കില്ല. അല്ല, വെങ്കടേഷ് എന്ന് പറയുന്ന ഓഫീസർ നല്ല ഓഫീസറാണ്. എനിക്കറിയാവുന്നൊരു കാര്യമുണ്ട്. ഒരു കേസിൽ ഇയാൾ കമ്മീഷൻ ആയിരിക്കുമ്പോൾ ഒരു കേസിൽ ഈ കേസ് നമ്മുടെ 66F എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അൻവർ എനിക്കെതിരെ ചുമത്തിയില്ല എന്ന് പറയുന്നത് സൈബർ ടെററിസം. ഇത് ADGP
നിർദ്ദേശം കൊടുത്ത എനിക്കെതിരെ ചുമത്താൻ. അൻവർ പറയുന്ന ADGP കാശും മേടിച്ചു എന്ന് പറഞ്ഞു. അതെ അതെ. പക്ഷെ ഇത് സൈബർ പോലീസുകാരൻ ഈ ACP അവിടുത്തെ ACP ഇതും കൊണ്ട് ചെന്ന് നേരെ കമ്മീഷൻ അടുത്ത് ചെല്ലുന്നത്. കമ്മീഷണർക്കാരൻ ചുമതല അയാൾ വലിച്ചു കയറി കളഞ്ഞു. അയാൾ പറഞ്ഞു നിയമവിരുദ്ധമായിട്ട് നിങ്ങൾ ചെയ്യുന്നതെല്ലാം നിയമവിരുദ്ധമാണ്, പക്ഷേ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നിയമവിരുദ്ധ പരിപാടി എന്നെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. ഇദ്ദേഹം തന്നെ ഈ വെങ്കടേഷ് അന്ന് അദ്ദേഹം എന്ന് കമ്മീഷണർ. ഞാൻ പറഞ്ഞ അയാളൊരു നല്ല ഓഫീസറാണെന്ന് ആണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷെ ക്രൈംബ്രാഞ്ചിന്റെ മേധാവി എന്ന് പറഞ്ഞാൽ വലിയ പദവി തന്നെയാണ്. അതാണ് അത് പിന്നെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ആ ക്രമസമാധാനം കൊടുത്തേ ഉള്ളൂ. പക്ഷെ ക്രമസമാധാനം തിരുന്നുകൊണ്ട് അദ്ദേഹം ആവശ്യമില്ലാത്ത ഒരു പണിയും ചെയ്തില്ല. അല്ല, ഈ വിടുപണിക്ക് പോയില്ല. വിടുപണിക്ക് പോയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ അജിത് കുമാറിന്റെ പണി എന്ന് പറഞ്ഞാൽ അയാൾ സ്വമേധയാ ചെയ്തത്, ഈ അല്ലാതെ മേളിൽ നിന്നുള്ള നിർദ്ദേശമൊന്നുമല്ല. ഇയാൾ കൂടുതൽ സ്വമേധയാ ചെയ്തത്. ഇപ്പൊ ഈ കൂട്ടത്തിൽ തന്നെ പത്തനംതിട്ട SP മാറ്റിയിട്ടില്ല കേട്ടോ. പത്തനംതിട്ട SP ഡയറക്റ്റ് IPS ഉള്ള ആനന്ദ് എന്ന് പറഞ്ഞ ആളാണ്, ചെറുപ്പക്കാരനാണ്, നല്ല SP ആണ് അദ്ദേഹം. അത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞില്ല, അദ്ദേഹത്തെ നിലനിർത്തേണ്ടത് ആവശ്യമാണ്. മാറ്റിയിട്ടില്ല, ഇനി മാറ്റുമെന്നറിയില്ല. അദ്ദേഹത്തെ നിലനിർത്തണം. എന്നാലും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റത്തുള്ളൂ. അവർക്ക് എവിടെയെങ്കിലും മാറണമെന്നുണ്ടാകുന്നില്ല. എന്തായാലും പോലീസിന്റെ അഴിച്ചുപണി ഒരു ശുഭസൂചനയായി തന്നെ കാണേണ്ടതുണ്ട്. ഈ ശുഭസൂചന തുടരട്ടെ. അതേസമയം ഈ ഗവൺമെന്റ് പ്ലീഡർമാരെയും PPമാരെയും നിയമിച്ചത് വളരെ അശുഭ സൂചനയാണ്. ഇപ്പൊ അശുഭമൊക്കെ തിരുത്തി ശുഭകരമായ കാര്യങ്ങളിലൂടെ ഈ സർക്കാരിന് പേരെടുക്കാൻ കഴിയട്ടെ എന്ന്. വീണ വിജയന്റെ പനി മാറട്ടെ, വേഗം അറസ്റ്റിലാവട്ടെ എന്നൊക്കെയുള്ള പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം.